ഈ ജീവൻ എന്ന് പറയുന്നത് തന്നെയാണോ ബ്രഹ്മം എന്ന് പറയുന്നത്? ജീവാത്മാവ് എന്ന് പറയുന്നതാണ് ജീവൻ. ജീവാത്മാവ് ഒരിക്കലും ബ്രഹ്മമല്ല. ബ്രഹ്മമാണെന്ന് ഋഷികളൊക്കെ പറയുന്നത്, നീ തന്നെയാണ് അതെന്ന് പറയുന്നത് ഒരു പ്രതിഫലനമാണ്. യഥാർത്ഥ സത്യമായ ബ്രഹ്മത്തിന്റെ ഒരു പ്രതിഫലനം. ഏതുപോലെ നീ ഒരു കണ്ണാടിയിൽ ചെന്ന് നിന്നാൽ കണ്ണാടിയിൽ കാണുന്ന നീയും ഈ നിൽക്കുന്ന നീയും ഒരുപോലെയാണ്. പക്ഷെ കണ്ണാടിയിൽ കാണുന്ന നീ ഒരിക്കലും നീയല്ല. പക്ഷേ നിന്റെ ഈ ചലനത്തിനകത്ത് കണ്ണാടി ചലിക്കുന്നു. ഇതുപോലെ ജീവാത്മാവിന്റെ ആ ശക്തി വിശേഷതയുമായാൽ ഇത് ചലിപ്പിച്ച് പ്രതിഫലനത്തിൽ നിങ്ങൾ കാണുന്നു. അത് ആ ബ്രഹ്മം നീയായി രൂപാന്തരപ്പെട്ടപ്പോൾ പ്രതിഫലിച്ചപ്പോൾ അത് മനുഷ്യനാണെന്ന് തോന്നൽ നീ ഇങ്ങനെ മറന്നുപോയി നടക്കും. നിന്റെ യാഥാർത്ഥ്യ സത്യം എപ്പോൾ അറിയുന്നു, അതാണ് അത് നീയാവുന്നു. തത്വമസി, അത് നീ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതാണ് അതിൻ്റെ പദ്ധതി. സംശയം തോന്നുന്നു.